إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأهل بيته وصحبه ومن تبعهم بإحسان إلى يوم الدين. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായിരിക്കരെ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബുൽ ആലമീനായിരിക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് ധർമ്മനിഷ്ഠയുള്ളവരായി ജീവിക്കണമെന്നും അതേ അവസ്ഥയിലായി ഈ ലോകത്തോട് യാത്ര ചൊല്ലണവും എല്ലാവരും നിരന്തരമായി അല്ലാഹുവോട് ദുആയിരക്കണമെന്നും അതിനായി പരിശ്രമിക്കണമെന്നും സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ആദ്യമായി ഉത്ബോധിപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ചെയ്യരുതായിട്ടിക്കരെ നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. അല്ലാഹു തആല അത് പരിശോധിക്കുന്നു, വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് സാധിക്കും. ഞാൻ ആമുഖമായി ഓതിവെച്ചതായിട്ടിക്കരെ ആയത്ത് സൂറത്തുൽ ഫാത്തിറിലെ 10-ാമത്തെ ആയത്തായിട്ടിക്കരെ. അതിൽ അല്ലാഹു തആല ചൊല്ലുന്നത് ഇലൈഹി
യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. അല്ലാഹുവിലേക്ക് ഉത്തമമായിട്ടിക്കരെ ഉത്കൃഷ്ടമായതായ വചനം അല്ലാഹുവിലേക്ക് കയറിപ്പോകും. വൽ അമലു സ്വാലിഹു യർഫഉഹു. നാം ഇവിടെ ചെയ്യുന്ന സ്വാലിഹായ അമലുകൾ, സൽകർമ്മങ്ങൾ, അതിനെ അല്ലാഹു തആല അവനിലേക്ക് ഉയർത്തുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിൽ അവിടെ വിവരിക്കുന്നുണ്ട്. കലിമു തയ്യിബ് കൊണ്ട് ചെന്നെങ്കിൽ എന്തിന്? ഉത്കൃഷ്ടമായ വചനം കൊണ്ട് ചെന്നെങ്കിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിന് പല വ്യാഖ്യാനം കൊടുക്കുന്നു. ഒന്നാമത്തെ വ്യാഖ്യാനം, കലിമു തയ്യിബ് ഉത്കൃഷ്ടമായ വചനം കൊണ്ട് ചെന്നെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, ആ തൗഹീദ് അത് എത്രമാത്രം നാം ഉൾക്കൊള്ളുക, എത്രമാത്രം അതിൻ്റെ ആശയമനുസരിച്ച് നാം ജീവിക്കുക, അതെല്ലാം അല്ലാഹുവിലേക്ക് എത്തുക. സൽകർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. നാം ചെയ്യുന്നതായിരിക്കുന്ന സൽകർമ്മങ്ങൾ ഓരോ ദിവസവും ഓരോ മിനിറ്റുകളിലും സെക്കൻഡുകളിലുമെല്ലാം നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സൽകർമ്മങ്ങൾ അത് അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്? അത് 3 രീതിയിലാണ് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. 3 രീതിയിലാണ്. ഒന്നാമത്തെ രീതി, ഓരോ ദിവസത്തിലും നമ്മുടെ കർമ്മങ്ങൾ, നാം ചെയ്യുന്ന സൽകർമ്മങ്ങൾ അത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. അത് സുബ്ഹിയുടെ സമയത്തും അതേപോലെ അസറിൻ്റെ സമയത്തും. സുബ്ഹിൻ്റെ സമയത്തും അസറിൻ്റെ സമയത്തും നമ്മുടെ സൽകർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുവാനുള്ള വ്യവസ്ഥ, ഏർപ്പാട് അല്ലാഹു തആല ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുന്നു, യർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ. രാത്രി നാം ചെയ്യുന്നതായിരിക്കുന്ന അമലുകൾ അത് പകലാവുര മുന്നോളൂ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. അതേപോലെ പകൽ സമയത്ത് ഡേ ടൈമിൽ നാം ചെയ്യുന്നതായിരിക്കുന്ന അമലുകൾ രാത്രിയാവുര മുന്നോളൂ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ആ ഉയർത്തപ്പെടുന്നത് എങ്ങനെയാണ്? യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. നിങ്ങളുടെ ഇടയിൽ മാറി 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 വരുന്ന മലക്കുകളുണ്ട്. മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. രാത്രി ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, പകൽ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. അവരാണ് നിങ്ങളുടെ അമലുകളെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്രി. ഈ മലക്കുകൾ സുബ്ഹി നിസ്കാരത്തിൽ, ഫജ്ർ നിസ്കാരത്തിലും അതേപോലെ അസ്ർ നിസ്കാരത്തിലും അവർ ഇമാമും ജമാഅത്തിന്റെ പള്ളിയിലുണ്ടാകും, നമ്മുടെ കൂടെ ഉണ്ടാകും. അവർ ഒരുമിച്ച് കൂടും. ആര്? ഈ 2 ഡ്യൂട്ടിയിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളും അവർ സുബ്ഹി നിസ്കാരത്തിലും ഉണ്ടാകും, അസ്ർ നിസ്കാരത്തിലും ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സുമ്മ യഖ്റുജുൽ ലദീന ബാതു ഫീകും. പിന്നെ നിങ്ങളിൽ കളിച്ചു കൂട്ടിയതായിരിക്കരെ മലക്കുകൾ അവർ മേൽപോട്ട് കയറുന്നു നിങ്ങളുടെ അമലുകളുമായി. ഫയസ്അലുഹുമുല്ലാഹു. അപ്പോൾ അല്ലാഹു തആല അവരോട് ചോദിക്കും, വഹുവ അഅലമു ബിഹിം. അള്ളാഹ്ക്കറിയാം അവൻ്റെ അടിമകളെ പറ്റി. മലക്കുകൾ ചെന്നുകൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് തെര്യപ്പെടുത്തുന്നതിന് വേണ്ടി മലക്കുകളിട്ട് ചോദിക്കും. എന്തിനു ചോദിക്കും? കൈഫ തറക്തും ഇബാദി. ഭൂമിയിൽ എൻ്റെ അടിമകൾ എങ്ങനെയായിരുന്നു, എങ്ങനെയുണ്ട്, ഏതവസ്ഥയിലാണ് നിങ്ങൾ അവരെ വിട്ടേച്ചു വന്നത്?
എന്റെ അടിമകൾ എന്താണ് ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് വിട്ടേച്ചു വന്നത്? അപ്പൊ ആ മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. അങ്ങളമുട്ട നാം പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും അവർ നിസ്കാരത്തിലായിരുന്നു. അല്ലാഹു നമ്മളെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ പറയുന്ന, നമ്മളെപ്പറ്റി പറയുന്ന ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഞങ്ങൾ പോകുന്ന സന്ദർഭത്തിലും വരുന്ന സന്ദർഭത്തിലും ഒക്കെ അവർ നിസ്കാരത്തിലായിരുന്നു എന്ന് ഈ മലക്കുകൾ പറയും. കാരണം എന്താണ്? 2 ഡ്യൂട്ടിയിലുള്ള മലക്കുകൾ 2 നിസ്കാരത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പൊ ഈ നിലക്ക് ഓരോ ദിവസവും നമ്മുടെ അമലുകളെ, നമ്മുടെ സൽകർമ്മങ്ങളെ, നമ്മുടെ തൗഹീദുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. അത് ഓരോ ദിവസത്തിലും 24 മണിക്കൂറിലുമായി. ഇതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി ഓരോ ആഴ്ചയിലും ഉയർത്തപ്പെടുന്നു എന്നാണ്. ഓരോ വീക്കിലി വൈസിൽ, ഇതിപ്പോ ഡെയിലി വൈസിലാണ് പറഞ്ഞത്, ഇനി വീക്കിലി വൈസിൽ ആഴ്ചയിലും ഉയർത്തപ്പെടുന്നു. അത് എപ്പോഴാണ്? യൗമുൽ ഇസ്നൈൻ വ യൗമുൽ ഖമീസ്. യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും. ഇത് ആഴ്ചയിൽ ഈ 2 ദിവസങ്ങളിൽ നമ്മുടെ സൽകർമ്മങ്ങളെ, നമ്മുടെ തൗഹീദിനെ, നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാനിനെ അല്ലാഹുവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. തുഅറദു അഅമാലുൻ നാസി ഫീ കുല്ലി ജുമുഅ മറത്തൈൻ യൗമുൽ ഇസ്നൈൻ വ യൗമുൽ ഖമീസ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, തുഅറദു അഅമാലുൻ നാസി, മനുഷ്യരുടെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നു, കാണിക്കപ്പെടുന്നു അല്ലാഹുവിൻ്റെ മുമ്പിൽ. ഫീ കുല്ലി ജുമുഅ, എല്ലാ ഓരോ ആഴ്ചയിലും. മറത്തൈനി, 2 വട്ടം, 2 പ്രാവശ്യം. എപ്പോഴാണ്? യൗമുൽ ഇസ്നൈൻ വ യൗമുൽ ഖമീസ്. ഒന്ന് തിങ്കളാഴ്ച ദിവസം, മറ്റൊന്ന് വ്യാഴാഴ്ച ദിവസം. ഇത് ഓരോ ആഴ്ചയിലും ഈ 2 ദിവസത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ ഈ 2 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചത്, അല്ലേ? തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പനുഷ്ഠിക്കുക എന്ന് വലിയ പുണ്യമുള്ള കാര്യമല്ലേ? എന്തുകൊണ്ട്? അതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ആ ഹദീസിൽ കാണാം, തുഅറദു അഅമാലുൻ നാസി ഫീ കുല്ലി ജുമുഅ മറത്തൈനി യൗമുൽ ഇസ്നൈൻ വ യൗമുൽ ഖമീസ് ഫഉഹിബ്ബു അൻ യുഅറദ അമലി വ അന സായിമുൻ. തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അമലുകൾ അല്ലാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നു. ഫഉഹിബ്ബു, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു എൻ്റെ അമലിനെ നോമ്പുകാരനായ അവസ്ഥയിൽ അല്ലാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതിനെ, ഉയർത്തപ്പെടുന്നതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് ആഴ്ചയിൽ ഉയർത്തപ്പെടുന്ന രീതിയാണ്. അപ്പൊ എന്തെല്ലാം മനസ്സിലാക്കി? ഒന്ന് ഓരോ ദിവസത്തിലും, രണ്ടാമത് ഓരോ ആഴ്ചയിലും. ഇനി മൂന്നാമത്തെ രീതി നിങ്ങൾ നോക്ക്. വർഷത്തിൽ ഒരിക്കൽ അത് അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നു. അങ്ങനെ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം, നാം ഇപ്പോൾ ഉള്ള മാസം. ഈ ശഅബാൻ മാസം ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ അധികവും നോമ്പ് നോറ്റു. അധികവും ശഅബാൻ മാസത്തിൽ നോമ്പ് നോറ്റതുപോലെ വേറെ ഒരു മാസത്തിലും റസൂൽ നോമ്പ് നോക്കിയിട്ടില്ല. ഓപ്ഷണലായ നോമ്പാണ് പറയുന്നത്, സുന്നത്തായ നോമ്പാണ്. നമ്മുടെ ഉമ്മയായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, ലം യകുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ശഹറൻ അക്സറ മിൻ ശഅബാൻ. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അല്ലാഹുവിൻ്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ ശഅബാനിനേക്കാൾ അധികമായി വേറെ മാസത്തിൽ നോമ്പ് നോറ്റിട്ടില്ല. അത്രമാത്രം നോമ്പ്. കാന യസൂമു ശഅബാന ഇല്ലാ ഖലീലാ. ശഅബാനിൽ കുറച്ച് ദിവസം ബാക്കി വെച്ച് ബാക്കിയെല്ലാം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഫുള്ള് നോമ്പല്ല,
മുഴുവൻ നോമ്പ് നോറ്റുന്നത് ഫർള് നോമ്പ് മാത്രമാണ്, റമദാനിലെ നോമ്പ് മാത്രമാണ്. ശഅബാനിൽ കുറച്ച് ഒഴിച്ച് ബാക്കിയധികവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ചോദിക്കുകയാണ് ഒരു സഹാബി, എന്തിനാണ് അങ്ങനെ ശഅബാൻ മാസത്തിൽ ഇത്രമാത്രം നോമ്പ് നോൽക്കുന്നത് എന്ന്. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സഹാബി പറയുകയാണ്, ഞാൻ റസൂലിനോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റസൂലുള്ളാഹിയോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലം അറാക തസൂമു ശഹറൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിൽ നോമ്പ് നോൽക്കുന്നത് പോലെ നിങ്ങൾ വേറെ മാസത്തിൽ നോമ്പ് നോൽക്കുന്നില്ലല്ലോ നബിയേ. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ദാലിക ശഹറുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബ് വ റമളാൻ വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അതെ, അതൊരു മാസമാണ്, ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണ്. റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ അല്ലേ? റജബ് കഴിഞ്ഞ മാസം കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് റമളാൻ മാസം, അനുഗ്രഹീതമായ മാസമാണ്, പുണ്യത്തിന്റെ ഭൂകാലമാണ്. അപ്പൊ റമളാനിൽ ജനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, റജബിനെയും കുറെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, പവിത്ര മാസം എന്ന നിലക്ക്. അതിൻ്റെ ഇടയിൽ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മാസം, ഒരിക്കലും അങ്ങനെ വന്നു പോകാൻ പാടില്ല. ജനങ്ങൾ നിശ്ചിന്തരായി നിർലക്ഷ്യരായി കഴിഞ്ഞു പോകാൻ പാടില്ല ശഅബാൻ മാസത്തിൽ. കാരണം അങ്ങനെ പോയാൽ അത് റമളാനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ശഅബാനിന് പ്രത്യേകത കൽപ്പിച്ചും കൊണ്ട് ധാരാളമായി നോമ്പ് നോറ്റത്. അതിന് പുറമെ ആ ശഅബാൻ മാസം എന്ന് പറയുന്നത് അല്ലാഹുവിന് പ്രിയങ്കരമാണ്. وهو شهر ترفع فيه الأعمال إلى رب العالمين. ലോകരക്ഷിതാവായ റബ്ബിലേക്ക് അമലുകളെല്ലാം ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. فأحب أن يرفع عملي وأنا صائم. എൻ്റെ അമൽ ഞാൻ നോമ്പുകാരനായ നിലക്ക് ഉയർത്തപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ശഅബാനിൽ ഞാൻ അധികമായി ചെമ്മയായി ഞാൻ നോമ്പ് നോൽക്കാനുള്ള കാരണം. ഒരിക്കലും ശഅബാനിൽ നിശ്ചിന്തരായി പോകാൻ, നിർലക്ഷ്യം കാണിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ശഅബാനിലെ നോമ്പ് എന്ന് പറയുന്നത് അത് നമുക്ക് റമളാനിലെ നോമ്പിനുള്ള ഭാരം കുറക്കും. മുമ്പൊരു നോമ്പ് നോക്കാണ്ട് നേരെ റമളാനിലേക്ക് അങ്ങ് കടന്നാൽ അത് നമുക്ക് വലിയ ഭാരമായി തോന്നും, കഷ്ടകരമായി തോന്നും. തീരെ നോമ്പ് അനുഷ്ഠിക്കാതെ റമളാനിലേക്ക് പ്രവേശിച്ചാൽ, അങ്ങനെ റമളാനിൽ നല്ല പോലെ നോമ്പ് നോറ്റിട്ടുള്ള ട്രെയിനിങ് നാം നേടിക്കഴിഞ്ഞാൽ പിന്നെ റമളാനിലെ നോമ്പ് നമുക്ക് ഈസിയായി തീരും. അതുകൊണ്ടാണ്, മനസ്സിലായില്ല? പിന്നീട് നാം മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാർ പറയുന്നത് ഈ ശഅബാനിലെ നോമ്പുണ്ട് ചൊന്നെങ്കിൽ അത് റവാത്തിബിന്റെ സ്ഥാനമാണ്, റവാത്തിബ് നിസ്കാരത്തിന്റെ സ്ഥാനമാണത് ഉള്ളത്. റവാത്തിബ് നിസ്കാരം ഉണ്ട് ചൊന്നെങ്കിൽ ഫർളിലെ മുന്നോളും പിന്നോളുമുള്ള നിസ്കാരം റസൂലുള്ള ഒരിക്കലും ഒഴിവാക്കാത്ത നിസ്കാരമാണ്. അതാണ് റവാത്തിബ് ഉണ്ട് ചൊന്നെങ്കിൽ. അതിന് സുന്നത്ത് മുഅക്കദാണ് ചൊല്ലുന്നത്, അത് ഒഴിവാക്കിയിട്ടേ ഇല്ല നിസ്കാരം. ദുഹുറിന് മുന്നുള്ള 4, അതിനുശേഷം 2, മഗ്രിബിന് പിന്നെ 2, ഇശാന് പിന്നെ 2, സുബ്ഹിക്ക് മുന്നേ 2, ഇങ്ങനെയുള്ള ഈ റവാത്തിബ്. എന്താണ് ഈ റവാത്തിബിന്റെ പ്രത്യേകത? റവാത്തിബിന്റെ പ്രത്യേകത ആയിട്ട് ചൊന്നെങ്കിൽ നമ്മുടെ ഫർളുകളിൽ ഒരുപാട് ഷോർട്ട് കമ്മിങ്സുകൾ ഉണ്ടാകും, ഒരുപാട് കുറത്തകൾ ഉണ്ടാകും. അപ്പൊ അതിനെ പരിഹരിക്കുന്നത് വേണ്ടിയാണ്. അത് അല്ലാഹുവിന്റെ വലിയൊരു ഔദാര്യമാണ്. നാളെ പരലോകത്ത് നമ്മുടെ അമലുകൾ അവിടെ മഹ്ശറയിൽ മീസാനിൽ ഇങ്ങനെ തൂക്കുമ്പോ, നിസ്കാരമാണല്ലോ ആദ്യമായി വിചാരണ ചെയ്യുന്നത്, അല്ലേ? നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. കർമ്മങ്ങളിൽ വെച്ച് ആദ്യമായി വിചാരണ ചെയ്യുന്ന നിസ്കാരമാണ്. അത് അപൂർണമായി കാണും പലരുടെയും നിസ്കാരം. പ്രവാചകന്മാർ നിസ്കരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ചതുപോലെ പൂർണ്ണമായ നിരക്ക് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. എന്നൊക്കെ പറഞ്ഞ ആ നിസ്കാരം അത് പൂർണ്ണമായ നിലക്കായിരിക്കില്ലല്ലോ. അപ്പൊ കുറേ ഷോർട്ട് കമ്മിങ്സുകൾ, കുന്തുകൊറത്തകൾ, ലോപദോഷങ്ങൾ നമ്മുടെ നിസ്കാരത്തിലുണ്ടാകും.
മലക്കുകൾ പറയും അല്ലാ ഇവന്റെ നിസ്കാരം അപൂർണമാണ് അല്ലേ, അവിടെ കുടുങ്ങി. അല്ലാഹു തആല അവന്റെ റഹ്മത്തിന്റെ ഭാഗമായി മലക്കുകളിട്ട് ചൊല്ലും, മലക്കുകളെ ഉൻദുറൂ ലിഅബ്ദി ഹൽ മിൻ തതവ്വുഇൻ, വല്ല സുന്നത്തുമുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. സുന്നത്ത് നിസ്കാരമുണ്ടോ അവന്റെ ജീവിതത്തിൽ? ഇതാണ് സുന്നത്തിനൊരിക്കലും വിട്ടുകളയരുത് പ്രിയമുള്ളവരെ. ഫർദിന്റെ മുമ്പും പിമ്പും അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുകളുണ്ട്, ഒഴിവാക്കരുത്. അപ്പൊ നോക്കുമ്പോ കുറെ സുന്നത്തുകളുണ്ട്, അവിടെ അള്ളാഹുവിന്റെ മലക്കുകൾ ഇതിനെ പരിഹരിക്കും. ഇതേപോലെയാണ് റമദാനിന്റെ നോമ്പിൽ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സുകൾ, എന്തെങ്കിലും അതിൽ വല്ല വീഴ്ചകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പുകൾ കൊണ്ട്, അതായത് റമദാന്റെ മുമ്പുള്ള നോമ്പാണ് ശഅബാനിന്റെ നോമ്പ്, റവാത്തിബിന്റെ സ്ഥാനമാണ്. റമദാന്റെ ശേഷവും വരുന്നുണ്ട് ശവ്വാലിന്റെ നോമ്പ് അല്ലേ, അപ്പൊ റവാത്തിബിന്റെ സ്ഥാനമാണ് എന്നത്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ശഅബാനിന് വലിയ മഹത്വമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചെമ്മയായി നോറ്റതായിരിക്കുന്ന ഒരു മാസമാണ്. എന്നാൽ ആ ശഅബാനിലെ ഒരു പ്രത്യേകമായ ഒരു രാത്രി, ഒരു പ്രത്യേകമായ ഒരു ദിവസം, ലൈലത്തു നിസ്ഫ് ശഅബാൻ, ശഅബാനിന്റെ 15ാമത്തെ രാത്രി, ലൈലത്തു ബറാഅ എന്നൊക്കെ, ഷബ്ബേ ബറാഅ എന്നൊക്കെ പേര് പറഞ്ഞും കൊണ്ട് ആ ഒരു സ്പെസിഫൈഡ് ആയിട്ട് ആ രാത്രിയിൽ, ആ ഒരു പ്രത്യേകമായ രാത്രിയിൽ ചില പ്രത്യേകമായ ഇബാദത്തുകൾ, ചില പ്രത്യേകമായ ഖുർആൻ പാരായണം, ചില പ്രത്യേകമായ ആ ദിക്ർ, എന്നിട്ട് ആ രാത്രിയെ മുഴുവനും സജീവമാക്കുന്ന, പകലിൽ നോമനുഷ്ഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന അങ്ങനെയുള്ള ഒരു സമ്പ്രദായം മുസ്ലിം സമൂഹത്തിലെ പല വിഭാഗങ്ങൾക്കിടയിലും ഇന്ന് കാണപ്പെടുന്നുണ്ട്. ആ രാത്രിയിൽ ഒരു 100 റക്അത്ത് നിസ്കാരം, 100 റക്അത്ത് നിസ്കാരം, പിന്നെ തീർന്നില്ല, പിന്നെ ഒരു 6 റക്അത്ത് നിസ്കാരം. അതെന്തിനു വേണ്ടി? അത് ആയുസ് നീട്ടാൻ വേണ്ടി, അതേപോലെ തന്നെ എന്തെങ്കിലും ആഫത്ത് മുസീബത്തുണ്ടെങ്കിൽ തടയണക്ക് വേണ്ടി, പിന്നെ ഒരു സൂറത്ത് യാസീൻ പാരായണം. മനസ്സിലാക്കണം, 100 റക്അത്ത് നിസ്കാരം, സൂറത്തുൽ ഫാത്തിഹ, പിന്നെ ഖുൽ ഹുവല്ലാഹു 10 പ്രാവശ്യം ഓതണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ഇബാദത്തുകൾ, ഇതിനേക്കാളും ഗുരുതരമായത് ആ രാത്രി എന്ന് പറയുന്നത് അത് ലൈലത്തുൽ ഖദറാണ്, അതായത് പരിശുദ്ധ ഖുർആൻ അവതീർണമായ രാത്രിയാണ് എന്നുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമായ ചില വിശ്വാസങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് വലിയൊരു അബദ്ധമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പ്രത്യേകമായ നിസ്കാരം അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, പ്രവാചകന്റെ മാതൃകയില്ല. പിന്നെ അത് എങ്ങനെയാണ് അങ്ങനെ ഒരു നിസ്കാരം വന്നത് എന്ന് നാം മനസ്സിലാക്കണം. എങ്ങനെയാണ് ആ നിസ്കാരം വന്നത്? മഹാനായ ഇമാം അബൂ ശമ അൽ മഖ്ദസി റഹിമഹുല്ലാഹ് ഹിജ്റ 665 വഫാത്തായ മഹാനായിട്ടിക്കര മഹാപണ്ഡിതനാണ്. ആര്? അബൂ ശമ അൽ മഖ്ദസി. അയാൾക്കൊരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേരായിട്ടിക്കര അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ്. ബിദ്അത്തുകളെയും പുത്തൻ ആചാരങ്ങളെയും നവീന ആചാരങ്ങളെയും എല്ലാം എതിർത്തുകൊണ്ടുള്ള ഒരു കിതാബായിട്ടിക്കര. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എങ്ങനെ ഈ ശഅബാൻ 15 രാത്രി ഇങ്ങനെ ഒരു 100 റക്അത്ത് നിസ്കാരം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു 100 റക്അത്തൊക്കെ നിസ്കാരം ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ എന്തായി പോകും? സാധിക്കുമോ? ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ, എന്നിട്ട് ആ ഫാത്തിഹന്റെ ശേഷം ഖുൽ ഹുവല്ലാഹു 10 പ്രാവശ്യം. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു ഇബാദത്തുമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചത്. ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് ചൊല്ലുന്നത്. സൂറത്തുൽ അറാഫിൽ അല്ലാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് അവിടെ പറയുന്നത്, മനുഷ്യരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചത്. അല്ലാഹു തആല ചൊല്ലുന്നു, ഒരുപാട് ഭാരങ്ങളൊക്കെ മുൻ സമുദായങ്ങൾക്ക് ഉണ്ടായിരുന്നു, കടിച്ചാൽ പൊട്ടാത്ത അത്രക്കുള്ള ഭാരങ്ങൾ. അവരെ വരിഞ്ഞു മുറിക്കുന്ന സങ്കോലകൾ, ചങ്ങലകൾ, ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയുന്നതിന് വേണ്ടിയായിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചത്. എന്നാൽ ഇവിടെയോ
ഭാരങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ പുരോഹിതവർഗം, ഇവിടുത്തെ സൂഫി വിഭാഗം, ഇവിടുത്തെ ഷിയാക്കൾ ചെയ്യുന്നത് അതാണ്. ഭാരങ്ങൾ ഇങ്ങനെ തലയിൽ വെക്കുക, ഒരുപാട് ഇസ്ലാമിലില്ലാത്ത അനാചാരങ്ങൾ. അപ്പൊ നോക്കി ഇതിനെ ചർച്ച ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത്, മഹാനായ അബൂ ശാമ അൽ മഖ്ദി എങ്ങനെ ഉണ്ടായിട്ട് അയാൾ ചൊല്ലു നോക്കോറോ. ഇത് ഹിജറ 448 ഉണ്ടായതാണ്. ഇങ്ങനെ ഒരു നിസ്കാരം അത് അയാൾ ചൊല്ലു, ആ സ്റ്റോറി അയാൾ ചൊല്ലു. ചുരുക്കിയിട്ട് ഞാൻ ചൊല്ലാം. അതായത് ഫലസ്തീൻ എന്നിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക്. എപ്പോ ഷഅബാൻ 15-2 ഷഅബാൻ 15-2 നാബുൽസ് ഒന്നെങ്കിൽ ഫലസ്തീൻ വിട്ട് ഏകദേശം 60 കിലോമീറ്റർ വരും അവിടുന്ന്. അപ്പൊ ആ നാബുൽസിൽ നിന്നിട്ട് ഒരാൾ ബൈത്തുൽ മുഖദ്ദസ് പിടിവിടില്ല, ജെറൂസലേമിലെ പള്ളിയാണ്, 3-ാം സ്ഥാനത്തുള്ള പള്ളിയാണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അയാൾ ബന്ധ, അയാളെ പേര് ഇബ്നു അബിൽ ഹംറ ആയിട്ടാണ് അയാളെ പേര്. നല്ല ഖിറാഅത്ത് ഓതുണുക്കും, നല്ല ഖുർആൻ ഓതുണുക്കും പിടിയുള്ള ആളാണെന്നാണ്. വകാന ഹസനത്തിലാവ, നന്നായിട്ട് ഓതുണുക്കും ഖുർആൻ ഓതുണുക്കും പിടിയുള്ള ഒരാളായിട്ടുണ്ട്. അയാള് ഷഅബാൻ 15-2 വന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ ഷഅബാനിന്റെ 15-ാമത്തെ രാത്രി നിസ്കരിക്കൊണു കൈകെട്ടിയിട്ട്, തക്ബീർ ചൊല്ലി നിസ്കരിക്കൊണു കൈകെട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോ അതാ പിന്നിൽ ഒരാൾ കൂടുന്നു, അയാളെ പിന്നിൽ നിസ്കരിക്കൊണുകോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ 2 ആൾ കൂടുന്നു, പിന്നെ 3 ആൾ കൂടുന്നു, പിന്നെ ധാരാളം ആളുകൾ പങ്കെടുത്ത ഒരു ജമാഅത്തായി അവിടെ മാറി. പിഴയത്തില്ലേ? അങ്ങനെ ആ വർഷം കഴിഞ്ഞ് പിന്നെ പിറ്റേത്തെ വർഷം വന്നപ്പോ പിന്നെയും വലിയ ഒരു ജനാവലി ആ പള്ളിയിൽ നിറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിൽ. എന്ന് മാത്രമല്ല ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുമുള്ള ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തുമുള്ള പള്ളികളിലും ഇങ്ങനെ ആളുകൾ നിറഞ്ഞു. ഷഅബാൻ 15-2 രാത്രി അവിടെയുള്ള ചുറ്റുഭാഗത്തുമുള്ള അകകളിലും ഇങ്ങനെ നിറഞ്ഞു. അങ്ങനെയാണത് പിന്നീട് ഒരു ചര്യയായി സുന്നത്തായി മാറിയത്. മഹാനായ അബൂ ശാമ അൽ മഖ്ദസി ചൊല്ലറു, അതുകൊണ്ട് ഇത് ബിദ്അത്താണ്, ഇത് പുത്തനാചാരമാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ല. പിന്നെ ആരാണ്? നാബുൽസിൽ നിന്ന് വന്നതായിട്ട് ഒരു വ്യക്തിയാണ് ഇത് തുടങ്ങിയത്. അതുകൊണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരും അതിനെ എതിർത്തു. ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണല്ലോ ഈ നവവി ഇമാം റഹിമഹുല്ലാഹ്. ആ പേര് നമുക്ക് മറക്കാൻ പറ്റുമോ? ഇമാം നവവിയുടേത് ഇല്ലല്ലോ. ഇസ്ലാമിക ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ആളല്ലേ ഇമാം നവവി റഹിമഹുല്ലാഹ്. ഷാഫി മദ്ഹബുകാരനാണ്, 2-ാം ഷാഫി എന്നാണ് അറിയപ്പെടുന്നത്. പെണ്ണ് കെട്ടണക്ക് പോലും മറന്നുപോയി എന്നാണ് അയാൾ. അത്രമാത്രം ഇസ്ലാമിക സേവനം ചെയ്ത കിതാബ് എഴുതിയ ആളായിട്ട് ഇമാം നവവി റഹിമഹുല്ലാഹ്. ആ ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ നിസ്കാരത്തെ സംബന്ധിച്ച് ചൊല്ലു. അതേപോലെ റജബിലും ഒരു നിസ്കാരമുണ്ട്, സലാത്തുർ റഗായിബുൻ ചൊല്ലി. ഇതേമാതിരി ഈ 2 നിസ്കാരത്തെ പറ്റി അയാൾ ചൊല്ലുന്നത് എന്താണ്? ഹാദാനി ബിദ്അതാനി മുൻകറതാനി കബീഹതാൻ. ഈ 2 നിസ്കാരവും അത് അങ്ങേയറ്റം വെറുക്കപ്പെട്ട കെട്ട ദുരാചാരമായി ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു. പിടിയിട്ടല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് ഒരു അടിസ്ഥാനവുമില്ല. അപ്പൊ എന്തേ അങ്ങനെ ഒരു നിസ്കാരം തുടങ്ങിയത്? അതൊക്കെ എന്തെങ്കിലും കാരണമുണ്ടോ? അതൊരു ഹദീസാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ ധാരാളമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയ സൽക്കർമ്മങ്ങൾ ചെയ്യണോ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അസീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. ما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങൾ, അപ്പോൾ നാം ഷഅബാൻ മാസത്തിന്റെ പോരിഷ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ ഇടയിൽ ആ ഒരു പ്രത്യേകമായ രാത്രിയെ പറ്റി ജനങ്ങൾ കൽപ്പിക്കുന്നതായിരിക്കുന്ന
ഒരു പ്രത്യേകമായ ഒരു ശ്രേഷ്ഠത പോരിശയെപ്പറ്റി നാം ചർച്ച ചെയ്യുന്നു. അതിലുള്ള ആ ഒരു പ്രത്യേകമായ നിസ്കാരം. ഇതിനെന്താണ് തെളിവെന്താണ്? ഒരു ഹദീസ്, ഇത് ഇബ്നു മാജയുടെ ഒരു ഹദീസായിട്ട് എന്താണ് ആ ഹദീസ്? ഇബ്നു മാജ സിഹാവുസിൽപ്പെട്ട ഒരാളാണല്ലോ ഇബ്നു മാജ, അയാളുടെ കിതാബിൽ ഒരു ഹദീസാണ്. എന്തിനേത്? ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ശഅബാൻ 15 രാത്രി വന്നാൽ നിങ്ങൾ രാത്രി നിങ്ങൾ നിന്നിട്ട് നിസ്കരിക്കണോ, അതിന് പിറ്റേന്ന് ദിവസം പകൽ നിങ്ങൾ നോമ്പ് പിടിക്കണോ. കാരണം ഫഇന്നല്ലാഹ തആല യൻസിലു ഫീഹാ മിൻ ഗുറൂബിശ് ശംസി ഇലാ സമാഇദ് ദുനിയാ. അണ്ടത്തെ രാത്രിയിൽ അല്ലാഹു തആല സൂര്യൻ അസ്തമിച്ചത് മുതൽ ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങിവണ്ട്. എന്നിട്ട് അല്ലാഹു തആല കേക്കറ് ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലാ. ആരെങ്കിലും പൊറുക്കലിനെ തേടിറങ്ങ ഉള്ളാനാ, ക്ഷമ കേക്കിറങ്ങ ആരെങ്കിലും ഉള്ളാനാ, ഞാൻ അവനെ ക്ഷമിക്കരേ, പുറത്തു കൊടുക്കരേ. ആരെങ്കിലും റിസ്ക് കേക്കിറങ്ങ ഉള്ളാരാ, ഞാൻ അവനക്ക് റിസ്ക് കൊടുക്കരേ, ഉപജീവനം കൊടുക്കരേ. ആരെങ്കിലും ബലാ മുസീബത്ത് വിപത്തിൽ അകപ്പെട്ടു പോയ ആൾമാരുള്ളാറാ, അതെല്ലാം ഞാൻ നീക്കി കൊടുക്കരേ. ഇങ്ങനെ സുബ്ഹി ഫജ്ർ വെളിവാകുന്നത് വരെ അല്ലാഹു തആല ഇങ്ങനെ കേട്ടോടിക്കുന്നുള്ള ഒരു ഹദീസായിരിക്കും. ഈ ഹദീസിനെ പറ്റി ഹദീസിന്റെ നിദാന ശാസ്ത്രജ്ഞന്മാർ പണ്ഡിതന്മാർ ചൊല്ലുന്നത് വളരെ വളരെ ദുർബലമായ ഹദീസാണ്. വളരെ വളരെ ദുർബലമുണ്ട് മാത്രമല്ല മൗളൂആയ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ്. അപ്പോൾ പിന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെ ഒന്ന് ചോദിച്ചെങ്കിൽ അത് പണ്ഡിതന്മാർ അവരുടെ ബാധ്യത തീർക്കുകയാണ്. അങ്ങനെല്ലാം ആ കാലത്ത് അത്തരത്തിൽ ഹദീസുകൾ പ്രചരിക്കുമ്പോൾ ഹദീസിന് അവർ കൊടുക്കും അവരുടെ കിതാബിൽ, എന്നിട്ട് ചൊല്ലും ഇതാ ഈ ഹദീസിക്ക് ഇന്ന പോരായ്മകളൊക്കെ ഉണ്ടുണ്ടങ്ങ് ചൊല്ലും. അതാണ്, അതിന് വേണ്ടിയാണ് ഹദീസുകൾ ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ ജനങ്ങൾ ഓരോ ഹദീസിനെ പറ്റി ശരിക്കും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ഹദീസിനെ പറ്റി ഈ ഹദീസിൽ റിപ്പോർട്ടർ ഉണ്ട്. ആ റിപ്പോർട്ടർ പേരായിട്ട് ഇബ്നു അബീ സബ്റാൻ ചൊല്ലുന്നത് മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് ചൊല്ലുന്നു. അയാൾ കള്ള ഹദീസ് റസൂലുള്ളാഹിയെ കെട്ടിച്ചമക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ആ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ കൂടിയിട്ടുണ്ട്. മഹാനായ ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹും ഇതേ അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ നിസ്കാരം ഇത് അള്ളാഹുവിൻ്റെ ദീനിൽ കെട്ടിച്ചമക്കപ്പെട്ടതാണ്. ഇതിൻ്റെ പിന്നിലുള്ളത് ഷിയാക്കളാണ്. അതും കൂടി നാം തിരിച്ചറിയണം. ഷിയാക്കളുടെ കിതാബുകളിലൊക്കെ ധാരാളം കാണാം ഇതുപോലത്തെ ഹദീസ്. സാമ്പിൾക്ക് വേണ്ടി ഞാൻ ഒരു ഹദീസ് മാത്രം ഞാനിവിടെ ഉദ്ധരിക്കാം. ആ ഹദീസിനെയാണ് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കരുത്. ഷിയാക്കളുടെ കിതാബിൽ കാണാം യാ അലി യാ അലി, അലിയെ അലിയെ എന്ന് വിളിച്ചിട്ട് അങ്ങ് ചൊല്ലുന്നത് യാ അലി മൻ സല്ല മിഅതറക ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ആരെങ്കിലും ശഅബാന്റെ പകുതി 15 100 റക്അത്ത് നിസ്കരിച്ചിട്ടായെങ്കിൽ ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു 10 വട്ടം ഓതിയിട്ട് നിസ്കരിച്ചിട്ടായെങ്കിൽ ഇല്ലാ ഖലാലഹു കുല്ല ഹാജ, എല്ലാ ആവശ്യം പൂർത്തിയാക്കപ്പെടും. ഷിയാക്കളുടെ കിതാബിലുള്ള ഹദീസാണിത്. ഇത്തരത്തിൽ ഒരുപാട് വ്യാജ ഹദീസുകളുടെ കിതാബുകൾ ഒരു സാമ്പിളിൽ പെടുന്നത് മനസ്സിലാക്കി തന്നതാണ്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങൾ, നാം തിരിച്ചറിയണം, ശഅബാൻ മാസം വളരെയേറെ പോരിശയുള്ള മാസമാണ്. ശഅബാന്റെ പകുതി ശബ്ബേ ബറാഅത്തിനന്ന് രാത്രി നിസ്കരിക്കാൻ പാടില്ലാണ്ട് ഞാൻ ചൊന്നില്ല. രാത്രി നിസ്കരിക്കാം, തഹജ്ജുദ് നിസ്കരിക്കാം. ഇങ്ങനെ ഒരു പ്രത്യേകമായ നിസ്കാരം അത് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പാട്ടിയതല്ല. എല്ലാ രാത്രിയിലും നമുക്ക് എന്താക്കാം, എഴുന്നേറ്റിട്ട് രാത്രിയോട് എന്ത് ചെയ്യാൻ നമുക്ക് നിസ്കരിക്കാം. അല്ലാഹുവോട് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് പ്രത്യേകമായ ഒരു രാത്രിയിൽ അങ്ങനെ ഒരു നിസ്കാരം അത് റസൂൽ പഠിപ്പാട്ടിയിട്ടില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന എല്ലാവർക്കും അണ്ടത്തെ രാത്രിയിലും ധാരാളമായി അല്ലാഹുവിനോട് നിസ്കരിച്ച് പ്രാർത്ഥിക്കാം. അതൊരിക്കലും തെറ്റായ കാര്യമല്ല. അതേപോലെ ശഅബാനിലൊക്കെ നോമ്പ് നോക്കിയ ഒരാൾ പിറ്റേന്ന് നോമ്പ് നോക്കാം. അത് ശഅബാനിലെ 15 നോമ്പിട്ടല്ല, പിന്നെ അയ്യാമുൽ ബീദ് 11, 12, 13, 14, 15 ചൊല്ലറ അതിലെ നോമ്പിൽ ഒരു നോമ്പായിട്ട് അങ്ങനെ നോമ്പ് തോൽക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ വന്നു പോകുന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇണ്ട് നമ്മുടെ മദ്രസയുടെ കലക്ഷനായിട്ട് എല്ലാവരും മദ്രസിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടുണ്ട്. ഓരോരുത്തരും മനസ്സറിഞ്ഞ് ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണോട്ടു പ്രത്യേകമായി ഉണർത്തരെ. അതേപോലെ നാളത്തെ ദിവസം ഉപ്പിനങ്കടിയിൽ ഒരു ഉസ്ര ഫാമിലി കോൺഫറൻസ് നടക്കുന്നത് പോകൂ. മഗ്രിബിനെ പിന്നെ കഴിയുന്നത്ര സംഖ്യയിൽ കുടുംബസമേതം നിങ്ങൾ ആ പരിപാടിയിൽ തുടങ്ങൂ, ശ്രമിക്കണം. അതേപോലെ നാളെ പെണ്ണുങ്ങൾക്കായുള്ള ശനിയാഴ്ചത്തെ ക്ലാസ് ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അതിലും എല്ലാ സഹോദരിമാർ ഭാഗവാക്കാകണം.
പിന്നീട് നാളക്കലി ഒരു ബ്ലഡ് ക്യാമ്പുണ്ട്. ജനുവരി 25 ഞായറാഴ്ച 2 ഒലിമ്പ് ഗണ്ടെന്ന് പിടിച്ചിട്ട് 1 മണിത്തോളം ജാമിയ മസ്ജിദിന് എതിരായിട്ട് ഫാത്തിമ ഇസ്ലാമിക് സെൻറ്റർ. എല്ലാവരും രക്തദാനം ചെയ്യാനുള്ള താല്പര്യമുള്ളവർ നിങ്ങൾ രക്തദാനികളായി മാറണം. വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. എല്ലാവരും കഴിയുന്നതിൽ ഭാഗഭാക്കാകുന്നുണ്ട് പ്രത്യേകമായി അറിയിക്കരെ. പിന്നെ ദ്വാരക്കുണക്ക് വേണ്ടി ചെമ്മയാൾ ഉമ്മ അബ്ബന്മാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടിയും ഒക്കെ ദ്വാരക്കുണക്ക് വേണ്ടി ചെന്നൂർ പ്രത്യേകിച്ചു. ഇന്നലെ ഇഷാഖ് നമ്മളെ ഒട്ടിക്കൈക്കരതായിട്ട് ഇക്കരെ എപ്പോൾ നിസ്കാരത്തൊക്കെ ചിലപ്പോൾ കണ്ടു ഇബ്രാഹിച്ചാണ്ട് ചൊല്ലുന്ന ഒരാൾ നിസ്കാരത്തിന് ഇടയിൽ ദേഹാസ്വസ്ഥമുണ്ടായിട്ടോടെ വീണ്ടും പിന്നെ ആശുപത്രിക്കെല്ലാം കൊണ്ടുപോയതായ വാർത്ത കിട്ടിയത്, ശുദ്ധി കിട്ടിയത്. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗം എന്താണോ എന്നറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. എത്ര വേഗത്തിൽ എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ രോഗം ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ അല്ലാഹു പൂർണ്ണമായ നിനക്ക് ശിഫ നൽകി ആജിലായ പെട്ടെന്നുള്ള ശിഫ നൽകി അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.